മാനന്തവാടിയിലെ ജനവാസ കേന്ദ്രത്തിൽ നിന്ന് വനം വകുപ്പ് മയക്കുവെടി വെച്ച ശേഷം ചരിഞ്ഞ കാട്ടാന തണ്ണീർക്കൊമ്പന്റെ ശരീരത്തിൽ പെല്ലറ്റ് കൊണ്ട പാടുകളും കൃഷിയിടത്തിലോ ജനവാസ മേഖലയിലോ എത്തിയപ്പോൾ തുരത്താൻ ഉപയോഗിച്ചതാകാം എന്നാണ് സംശയം. തണ്ണീർക്കൊമ്പനെ കേരള വനമേഖലയിൽ കണ്ടപ്പോൾ തന്നെ കേരള കർണാടക വനം വകുപ്പുകൾ തമ്മിൽ ആശയവിനിമയം നടത്തി. എന്നാൽ കൃത്യമായ ലൊക്കേഷൻ സിഗ്നൽ പല ഘട്ടങ്ങളിലും ലഭിക്കാതിരുന്നത് ട്രാക്ക് ചെയ്യാൻ തടസ്സമായി. ജിൻസ് തോട്ടുങ്കരയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളായി ചേരുന്നത്. ജിൻസ്, എല്ലാവരെയും ഒന്ന് കണ്ണീരിലാഴ്ത്തിയിരുന്നു തണ്ണീർക്കൊമ്പന്റെ ചെരിഞ്ഞ വാർത്തയൊക്കെ അത്യാവശ്യം ഒന്ന് കണ്ണീർ കൊണ്ട് തന്നെയാണ് അത് ഏറ്റുവാങ്ങിയത്. എന്താണെങ്കിലും ഈ പെല്ലറ്റൊക്കെ കൊണ്ടു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്ന ഒരു സാഹചര്യം അത് എന്താണ്? എൽദോ, മയക്കുവെടി വെക്കുന്നതിന് മുൻപ് തന്നെ ഈ തണ്ണീർക്കൊമ്പന് ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ഇന്നലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വന്നിരിക്കുന്നത്. നിലവിൽ വനം വകുപ്പിന് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് തണ്ണീർക്കൊമ്പന്റെ ഈ ശരീരത്തിൽ പെല്ലറ്റുകൾ കണ്ട പാടുകളും ഉണ്ടായിരുന്നു. ഈ കൃഷിയിടത്തിലോ അല്ലെങ്കിൽ തന്നെ ജനവാസ മേഖലയിലോ എത്തിയപ്പോൾ ഇതിനെ തുരത്താൻ ശ്രമിച്ചതാകാം ഇത്തരത്തിൽ ഈ പെല്ലറ്റ് ശരീരത്തിൽ കയറാൻ കാരണമെന്നുള്ളതാണ് നിലവിൽ വനംവകുപ്പ് പരിശോധിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ വനംവകുപ്പ് ഒരു അന്വേഷണം നടത്തുന്നുണ്ട്. ഈ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനയെ പിടികൂടുന്ന ഈ സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഈ 15 ദിവസം മുൻപ് ഈ കേരളത്തിൽ ഈ കാട്ടാന എത്തിയിരുന്നു. ഈ തോൽപ്പെട്ടി മേഖലയിലായിരുന്നു നാട്ടുകാർ ഈ ആനയെ കാണുന്നത്. ഉടനെ തന്നെ വനംവകുപ്പിനെ വിവരം അറിയിക്കുകയും ചെയ്തിരുന്നു. ഈ കൊമ്പനെ കേരള വനമേഖലയിൽ കണ്ടപ്പോൾ തന്നെ കേരള കർണാടക വനംവകുപ്പുകൾ തമ്മിൽ ഒരു ആശയവിനിമയം നടത്തിയിരുന്നു എന്നാണ് പറയാൻ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ കൃത്യമായിട്ടുള്ള ലൊക്കേഷൻ സിഗ്നൽ പല ഘട്ടത്തിലും ലഭിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിനെ ട്രാക്ക് ചെയ്യാൻ വനംവകുപ്പിന് തടസ്സമുണ്ടായിരുന്നു എന്നുള്ളതാണ്. നിലവിൽ ഇതിന്റെ സഞ്ചാരപാതയും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. നാഗർകോളയിൽ നിന്നും ഈ തിരുനെല്ലി കാടിലൂടെയാണ് ഈ തണ്ണീർക്കൊമ്പൻ എത്തിയിരിക്കുന്നത്. ഇവിടെ നിന്നുമാണ് ഈ മാനന്തവാടി ജനവാസ മേഖലയിൽ എത്തുന്നത്. എന്തായാലും ഈ 4-5 മണിക്കൂറിനുള്ളിൽ ഈ ആനയുടെ ലൊക്കേഷൻ ലഭിച്ചിരുന്നു എന്നും പറയുന്നുണ്ട്. അതേസമയം ഈ സിഗ്നലിലെ തടസ്സമാണ് ഇതിനെ ട്രാക്ക് ചെയ്യാൻ തടസ്സമായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഈ തിരുനെല്ലി സർവാണിയിലായിരുന്നു ഈ കൊമ്പൻ എത്തിയത്. എന്തായാലും ഈ ആനയെ ട്രാക്ക് ചെയ്ത് കാട്ടിലേക്ക് തുരത്തുന്നതിന് വീഴ്ചയുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ നിലവിൽ പരിശോധിക്കുന്നുണ്ട്. വനംവകുപ്പ് ഈ തണ്ണീർക്കൊമ്പൻ ദൗത്യം വിശകലനം ചെയ്യാനായി തന്നെ ഒരു 5-അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. എന്തായാലും 1 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകാനാണ് നിലവിലെ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഈ കൊമ്പൻ ചെരിഞ്ഞത് മുതൽ വലിയ രീതിയിലുള്ള ഒരു ആശങ്കയും നാട്ടുകാർക്ക് ഉണ്ടായിരുന്നു. എൽദോ, ജിൻസ്, ഈ കൊമ്പന്റെ ട്രാക്കിംഗ് സംവിധാനം അതിൽ പാളിച്ച പറ്റി എന്നുള്ള വിലയിരുത്തൽ വരുന്ന സാഹചര്യം, അപ്പോൾ ഈ കർണാടക വനം വകുപ്പിന്റെ വിശദീകരണം എന്തെങ്കിലും ഉണ്ടോ? അവർ അതിൽ എന്താണ് പറയുന്നത്? ഏതെങ്കിലും ഒരു ഇപ്പോൾ GPS ലൊക്കേഷൻ നഷ്ടമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി, അതിനുമപ്പുറം ഇത്രയും ദൂരം സഞ്ചരിച്ചു, 200 കിലോമീറ്ററോളം സഞ്ചരിച്ച് വയനാട്ടിലെത്തുന്ന ഒരു സാഹചര്യം, അപ്പോഴൊക്കെ ഒരു ഘട്ടത്തിൽ പോലും ഈ കൊമ്പന്റെ സഞ്ചാരപഥം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നാണോ? തീർച്ചയായും അല്ലോ. ഇവിടെ നിന്നും ഏകദേശം ഈ നാഗർകോളയിൽ നിന്നും ഈ മാനന്തവാടി എന്ന് പറയുന്ന നഗരത്തിലേക്ക് ഏകദേശം 200 കിലോമീറ്റർ അകലെയാണ് ഈ പ്രദേശമുള്ളത്. ഇവിടെ ഇത്രയും ദൂരം എത്തണമെങ്കിൽ ഇതിനെ ട്രാക്ക് ചെയ്യുന്നതിൽ വനംവകുപ്പിന് തീർച്ചയായും ഒരു വീഴ്ച സംഭവിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അത് കർണാടക വനംവകുപ്പിനും അതുപോലെ തന്നെ ഇവിടുത്തെ കേരളത്തിലെ വനംവകുപ്പിനും ഇത്തരത്തിൽ വീഴ്ച സംഭവിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അതേസമയം വനംവകുപ്പ് നൽകുന്ന വിശദീകരണം എന്ന് പറഞ്ഞാൽ ഇതിന് കൃത്യമായിട്ടുള്ള സിഗ്നൽ ലഭിക്കാതിരുന്നു എന്നുള്ള കാര്യമാണ്. എന്തായാലും ഇത് അടക്കമുള്ള കാര്യങ്ങളായിരിക്കും നിലവിൽ പരിശോധിക്കുക. എൽദോ, ശരി, ജിൻസാണ് വിവരങ്ങൾ നൽകിയത്. വയനാട്ടിൽ നിന്ന് ഈ തണ്ണീർക്കൊമ്പന്റെ സഞ്ചാരപഥം മനസ്സിലാക്കുന്നതിൽ വീഴ്ച സംഭവിച്ചു. മറ്റൊന്ന്, കൊമ്പന്റെ ശരീരത്തിൽ പെല്ലറ്റ് കൊണ്ട പാടുകളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം. അതേസമയം